അങ്ങനെ ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് കോൺഗ്രസ് മത്സരത്തിന് ഇറങ്ങുകയാണ്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ വൈകിയെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ നേരത്തെ എത്തി. പുതിയുഗ യാത്രയുടെ സമാപന വേദിയിലെത്തിയ രാഹുൽ ഗാന്ധി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ നമ്മളെയൊക്കെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒന്നുണ്ട്. എന്താണത്? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കേൾക്കുമ്പോൾ വലിയ ആവേശമുണ്ടാക്കുന്ന കാര്യം തന്നെ അല്ലേ? പക്ഷേ നമുക്ക് മുന്നിൽ ഇത് ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഡൽഹിയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ പദ്ധതിയുണ്ട്. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൂടിയോ? സർക്കാരുകൾ ഇതിന്റെ സാമ്പത്തിക ചെലവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ശരിക്കും KSRTC ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനം പ്രായോഗികമാണോ? എന്തായാലും കോൺഗ്രസ് അതിനെക്കുറിച്ചൊന്നും പിന്നീട് പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കർണാടകത്തിലെയും ആന്ധ്രയിലെയും അനുഭവങ്ങൾ മുൻനിർത്തി സൗജന്യ യാത്രാ പദ്ധതിയുടെ സാധ്യതകളും വെല്ലുവിളികളും OBC പരിശോധിച്ചു. ആദ്യം നമുക്ക് കർണാടകത്തിലേക്ക് നോക്കാം. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിക്കൊണ്ടുള്ള ശക്തി പദ്ധതി വന്നിട്ട് 2 വർഷമാകുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണക്ക് നോക്കൂ. ഏകദേശം 667 കോടിയോളം സൗജന്യ ടിക്കറ്റുകളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആകെ മൂല്യം എത്രയാണെന്ന് അറിയാമോ? 17,271 കോടി രൂപ. ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ യാത്രക്കാരുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റമായി കർണാടക മാറി. തമിഴ്നാട്ടിലാകട്ടെ വിടിയൽ പയനം എന്ന പേരിൽ 2021 തന്നെ ഇത് തുടങ്ങിയിരുന്നു. ആന്ധ്രയിലും തെലങ്കാനയിലും സമാനമായ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ചോദ്യം ഇതാണ്: എല്ലായിടത്തും ഈ പദ്ധതി വിജയകരമാണോ? കണക്കുകളൊക്കെ കൃത്യമാണ്, പക്ഷേ ഇതിന്റെ സാമ്പത്തിക ഭാരം അത് ആര് വഹിക്കും? കർണാടകത്തിൽ ഇതുവരെ 11,748 കോടി രൂപയാണ് സർക്കാർ ഇതിനായി ചെലവാക്കിയത്. പക്ഷേ 4,000 കോടിയിലധികം രൂപയുടെ കുടിശ്ശികയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സൗജന്യ ബസ് യാത്രാ പദ്ധതി സ്ത്രീകളുടെ സഞ്ചാരശേഷി വലിയ തോതിൽ കൂട്ടിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ലെങ്കിലും ഈ പദ്ധതി ഉയർത്തിയ സാമ്പത്തികവും ഘടനാപരവുമായ വെല്ലുവിളികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയാണ് വിമർശകരുടെ ചോദ്യം. പൊതുഗതാഗതത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ സ്ത്രീകളാണ്. ലോകബാങ്ക് കണക്കനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾ അവരുടെ മൊത്തം യാത്രകളുടെ 84% ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനത്തെയാണ്. ആ വിഭാഗത്തിന് യാത്ര സൗജന്യമാക്കുമ്പോൾ ആ മേഖലയിൽ നിന്നുള്ള വരുമാനം നിലയ്ക്കില്ലേ? ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതും ഇതേ കാര്യമാണ്. KSRTCയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിച്ചേക്കാമെന്ന്. കേരളത്തിന്റെ സവിശേഷമായ സാമ്പത്തിക ഘടനയ്ക്ക് ഇത് താങ്ങാൻ പറ്റുമോ എന്ന ചോദ്യവും അതോടൊപ്പം ചേർത്ത് വെക്കണം. നമുക്ക് മറ്റൊരു വശം കൂടി നോക്കാം. സർക്കാർ ബസ്സുകൾ സൗജന്യമാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോ തൊഴിലാളികളും സ്വകാര്യ ബസ് ഉടമകളും എന്തു ചെയ്യും? ഇത് പുതിയൊരു ആശങ്കയല്ല. അയൽ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. ആന്ധ്രാപ്രദേശിൽ ഈ പദ്ധതി വന്നതോടെ തങ്ങളുടെ വരുമാനം കുത്തനെ കുറഞ്ഞുവെന്ന് പറഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓട്ടോ തൊഴിലാളികൾ തെരുവിലിറങ്ങി. AITUC നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു എന്നറിയാമോ? ഞങ്ങളുടെ ഈ വരുമാന നഷ്ടം സർക്കാർ പരിഹരിക്കണം എന്നത് തന്നെ. ഇതേ അവസ്ഥ തന്നെയാണ് കർണാടകത്തിലെ സ്വകാര്യ ബസ് ഉടമകൾക്കും പറയാനുള്ളത്. അവർ ചോദിക്കുന്നത് വളരെ ലളിതമായ എന്നാൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സർക്കാർ യാത്ര സൗജന്യമാക്കുമ്പോൾ യാത്രക്കാർ എന്തിന് പണം കൊടുത്ത് തങ്ങളുടെ ബസ്സുകളിൽ കയറണം? ഇത് സത്യമല്ലേ? കേരളത്തിന്റെ കാര്യമെടുത്താൽ ഏകദേശം 7,000 സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. ദിവസേന 40 ലക്ഷത്തോളം യാത്രക്കാരാണ് ഇവയെ ആശ്രയിക്കുന്നത്. അതിൽ പകുതിയും സ്ത്രീകളും. ഈ വരുമാനം പെട്ടെന്ന് നിലച്ചാൽ ആ കുടുംബങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും സ്വകാര്യ ബസ് ഓട്ടോ തൊഴിലാളികൾക്കും ഇതേ ആശങ്ക തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, യാത്ര ഫ്രീ ആക്കിയാൽ സ്ത്രീകൾക്ക് അത്ര വലിയ ലാഭമുണ്ടോ എന്ന്? ഉണ്ടെന്നാണ് OBC കണ്ടെത്തിയത്. സ്ഥിരം യാത്രക്കാരായ ചില സ്ത്രീകളോട് ഞങ്ങൾ സംസാരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ നിധി എന്ന യുവതിയുടെ കാര്യം തന്നെ എടുക്കാം. 14,000 രൂപയാണ് നിധിയുടെ മാസശമ്പളം. ഒരു ദിവസം ബസ് ചാർജിന് മാത്രം നിധിക്ക് 70 രൂപ വേണം. അതായത് മാസം ഏകദേശം 2,000 രൂപ. ആലോചിച്ച് നോക്കൂ, ശമ്പളത്തിന്റെ വലിയൊരു പങ്ക് യാത്രയ്ക്കായി മാത്രം നൽകേണ്ടി വന്നാൽ ആ ജോലിയിൽ തുടരാൻ ആർക്കെങ്കിലും തോന്നുമോ? യാത്ര ചെയ്യാൻ പണമില്ലാത്തതുകൊണ്ട് മാത്രം ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് നിധിയുള്ളത്. എന്നാൽ ഇത് നിധിയുടെ മാത്രം കഥയല്ല. 2021 ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ സർവേ പ്രകാരം നമ്മുടെ നാട്ടിലെ 52% സ്ത്രീകളും പഠനമോ ജോലിയോ ഉപേക്ഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ?
ഈ ഉയർന്ന യാത്രാ ചെലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. ഇത് സ്ത്രീകളെ വീടിനടുത്തുള്ള ചെറിയ ജോലികളിലേക്ക് മാത്രം ഒതുക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും യാത്ര ചെയ്യാൻ കുടുംബത്തിലെ പുരുഷന്മാരെ ആശ്രയിക്കേണ്ടി വരുന്ന എത്രയോ പേർ നമുക്കിടയിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ഈ സൗജന്യ യാത്രാ പദ്ധതിയെ എല്ലാവരും ഒരുപോലെ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചില സാമൂഹ്യ പ്രവർത്തകർ ഇതിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദം ശ്രദ്ധിക്കണം. അവർ ചോദിക്കുന്നത് ഇതാണ്: യാത്ര സൗജന്യമാക്കിയാൽ മാത്രം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂടുമോ? ഇല്ല എന്നാണ് അവരുടെ പക്ഷം. പകരം ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നത് സ്ത്രീകളുടെ അധ്വാനത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ത്രീകളിൽ വലിയൊരു പങ്കും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. വീട്ടുജോലിക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ ഇതിൽപ്പെടും. ഇങ്ങനെയുള്ളവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളല്ലേ നമുക്ക് വേണ്ടത്? സ്ത്രീകൾക്കൊട്ടാകെ സൗജന്യ ടിക്കറ്റ് കൊടുക്കുന്നതാണോ ഇതിന് പരിഹാരം? അതേസമയം ഈ വിമർശനങ്ങൾക്കിടയിലും സൗജന്യ യാത്രാ പദ്ധതിക്ക് ചില പോസിറ്റീവ് ഫലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകത്തിൽ ശക്തി പദ്ധതി ആരംഭിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബംഗളൂരു നഗരത്തിൽ മാത്രം ഏകദേശം 23% സ്ത്രീകൾക്ക് അധികമായി തൊഴിൽ ലഭിച്ചപ്പോൾ ഹുബ്ലിയിൽ അത് 21%-ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യ ബസ് യാത്രാ പദ്ധതികളെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പദ്ധതിയുടെ ഗുണം അത് ലക്ഷ്യം വെക്കുന്ന സ്ത്രീകളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്നാണത്. നമ്മൾ കരുതുന്നത് യാത്ര സൗജന്യമാക്കിയാൽ എല്ലാ സ്ത്രീകളും ബസ്സിൽ കയറുമെന്നാണ്. എന്നാൽ ദേശീയ കുടുംബാരോഗ്യ സർവേ പറയുന്നത് മറ്റൊന്നാണ്. ഇന്ത്യയിൽ 15 മുതൽ 49 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഏകദേശം 58% പേർക്കും മാർക്കറ്റിലേക്കോ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ നാടിന് പുറത്തേക്കോ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. പണമില്ലാത്തതാണോ ഇതിന്റെ കാരണം? അല്ല, മറിച്ച് കുടുംബപരമായ നിയന്ത്രണങ്ങളാണ്. സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്ന പുരുഷാധിപത്യം തന്നെയാണ് അതിന് കാരണം. സ്ത്രീകൾ പുറത്തിറങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വീട്ടിലെ പുരുഷന്മാരാണ് എന്നതാണ് വസ്തുത. അതായത് ബസ് ചാർജ് കുറഞ്ഞതുകൊണ്ട് മാത്രം സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടുമോ? ഇല്ല എന്നാണ് OBC വിലയിരുത്തിയത്. കാരണം സാമ്പത്തികമായ മാറ്റത്തോടൊപ്പം നമ്മുടെ ചിന്താഗതിയിലും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. സൗജന്യ യാത്രാ പദ്ധതികൾ ചില വിഭാഗങ്ങൾക്ക് സഹായകരമാകുന്നുണ്ടെങ്കിലും സമൂഹത്തിലെ എല്ലാ സ്ത്രീകളിലേക്കും ഒരുപോലെ എത്തിച്ചേരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സാമൂഹിക നിയന്ത്രണങ്ങൾ നേരിടുന്ന വിഭാഗങ്ങൾക്ക് ഈ പദ്ധതികൾക്ക് ഒരു പരിധിക്കപ്പുറം സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. സൗജന്യ യാത്രാ പദ്ധതികൾ സ്ത്രീകളുടെ സഞ്ചാരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയുണ്ട്: പൊതുവാഹനങ്ങളിലെ സ്ത്രീ സുരക്ഷിതത്വം തന്നെ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം സാമ്പത്തിക തടസ്സങ്ങൾക്ക് പിന്നാലെ സ്ത്രീകളെ തൊഴിലുകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പൊതുഗതാഗത സംവിധാനങ്ങളിലെ സുരക്ഷിതത്വമില്ലായ്മ. ഇന്ത്യയിലെ ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്ന സ്ത്രീകളിൽ പകുതിയിലധികം പേരും ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവങ്ങളോ ലൈംഗിക അതിക്രമങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യാത്ര സൗജന്യമാക്കിയാൽ മാത്രം ഈ പ്രശ്നം തീരുമോ? കർണാടകത്തിലെ അനുഭവങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. യാത്ര സൗജന്യമായെങ്കിലും ബസ്സുകളിലെ സുരക്ഷിതത്വത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാണ് അവിടെയുള്ള ഭൂരിഭാഗം സ്ത്രീകളും പറയുന്നത്. അമിത തിരക്കും ബസ്സുകളുടെ കുറവും കാരണം യാത്ര ഇന്നും ഒരു പേടി സ്വപ്നമായി തുടരുന്നു. അതായത് യാത്ര സൗജന്യമാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് സുരക്ഷിതമാക്കുക എന്നത്. സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സൗജന്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്: അമിത തിരക്ക്. യാത്ര സൗജന്യമായതോടെ ബസ്സുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും അതിനനുസരിച്ച് സർവീസുകൾ വർദ്ധിച്ചിട്ടില്ല. സൗജന്യ യാത്രാ പദ്ധതിയെ വിലയിരുത്തുമ്പോൾ അതിന്റെ സാമ്പത്തിക പ്രതിഫലനവും പരിഗണിക്കേണ്ടതാണ്. KSRTCയിൽ ദിവസേനയുള്ള ലക്ഷക്കണക്കിന് യാത്രക്കാരിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഭാഗത്തിന് യാത്ര പൂർണ്ണമായും സൗജന്യമാക്കിയാൽ നിലവിലെ വരുമാനത്തിന്റെ വലിയൊരു വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നികത്തേണ്ടത് സർക്കാർ തന്നെയാണ്. എന്നാൽ അതൊരു അധിക ബാധ്യതയല്ലേ? യാത്രക്കാരുടെ എണ്ണം കൂടുന്നതോടെ തിരക്കും വർദ്ധിക്കാം. എന്നാൽ അതിനനുസരിച്ച് വരുമാനം വർദ്ധിക്കണമെന്നില്ല എന്നതാണ് പ്രധാന ആശങ്ക. സ്ത്രീകളുടെ സഞ്ചാരശേഷിയും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് ഇത്തരം സൗജന്യ പദ്ധതികൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്ന് അയൽ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക ബാധ്യതകൾ, ബസ്സുകളുടെ കുറവ്, സുരക്ഷിതത്വം, നമ്മുടെ സമൂഹത്തിലെ നിയന്ത്രണങ്ങൾ ഇവയെല്ലാം ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സൗജന്യ യാത്ര എന്ന ഏക പരിഹാരത്തിൽ മാത്രം ഒതുങ്ങാതെ സ്ത്രീകളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സമഗ്രമായ ഇടപെടലുകളാണ് കൂടുതൽ ഫലപ്രദമാകുക.
അർഹിക്കുന്ന സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി കുറെ കൂടി ലക്ഷ്യബോധത്തോടെയുള്ള ഇടപെടലാണ് ഫലപ്രദമാകുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.